ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ്കേപ്പ് ഫാമിലി വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി വ്ളോഗാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് സാറ്റർഡേ ഈവനിങ് ആണ് ഞാൻ വന്നത്. അപ്പോൾ നോനുവിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീനാണ്. റുട്ടീനൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഈ വീക്കെൻഡ്സിൽ ഉണ്ടാകുന്ന ഏകദേശം റുട്ടീൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കുറേ അധികം നേരം ഇവളുമായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ് മിക്കവാറും. ആൻഡ് പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു കുഞ്ഞു വ്ളോഗാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ആൻഡ് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ല മണം ഓവറാണ്. ഇതെന്താ സാധനം? പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന ജിത്തുവിനെ വിളിച്ച് മേക്കപ്പ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് മുഖത്ത് എന്തൊക്കെയൊക്കെയോ ഫേസ് പെയിന്റിങ് കാണിച്ചു വെച്ച പോലെ ഉണ്ട്. ഇതാകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടാ. കഴുകിയോ പോകത്തില്ല. ഓരോ അച്ഛയുടെ മുഖം ഇങ്ങനെയായി പോനി. അച്ഛയുടെ മുഖം ഇങ്ങനെയായി പോവോ? ഹലോ ഗൈസ്, ഞാനിവിടെ ഒരു സൂത്രം കാണിച്ചത്. അച്ഛനെ മോളിവിടെ പാട്ട് പഠിക്കുന്നത്. ലിറിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ തന്നെയുണ്ട് പഠിക്കാൻ. ആദ്യം എഴുതിയെടുക്കും, പിന്നെ കുറേ പ്രാവശ്യം പാടും. നോക്കിയാൽ പക്ഷെ ഇതെങ്ങനെ എഴുതും കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കൂട്ടിരിക്കും കുറച്ച് പഠിക്കുന്നതിന്. നോനോ കുഞ്ഞിനറിയാമോ ഈ പാട്ട്? എൻ്റെ ഇടയിൽ ഒരാൾ റീൽസ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. എൻ്റെ മോതിരം പോയിക്കൊണ്ട് വേദനിക്കുന്നു. ഞാൻ ഒരു തരാം. ഇപ്പുറത്തെ വരില്ലേ എനിക്ക് കയറില്ല. മുന്നത്തെ പാട്ടില്ല. നമ്മൾ റീല് ചെയ്തതാ കണ്ണാ. വീഡിയോ എടുക്കണ്ടേ? ശരിയാവോന്ന് അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ്. അപ്പൊ എഴുതി കഴിഞ്ഞു. പാട്ട് പാടി നോക്കുവാണ്. ഒരു കാറ്റ് മൂളണം, ഒരു കാറ്റിനീണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലക്കാലിക്കിളിയേ. ഒരു കാറ്റ് മൂളണം, ഒരു പാട്ടിൻ ഈണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. കൊള്ളായോ? ഇല്ലേ, നല്ല രസമുണ്ട്. നിറമൊഴുകിയതൊരു ദിനമല്ലേ, നിറവയരുഴിഞ്ഞതു മനമേ, പകര
അറിയാതെയോർക്കാം നിറമാറ്റുരം നമ്മ നീട്ടി തിരിമുറിയാതെ അലയിടരാതെ ഇനിയും ഞാൻ പാടാം ഇനിയും ഞാൻ പാടാം ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിൻ ഈണം കേൾക്കണം എൻ കാതിൽ വന്നു കഥ ചൊല്ലണം എന്റെ കാട്ടുചോലക്കിളിയേ. ഞങ്ങളിന്ന് പെരുമ്പാവൂർ ശ്യാമയുടെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്. ഓനൊരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റാക്കുന്നത്. നോനുൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. പിന്നെ നമുക്ക് കൊണ്ടുപോകും റെഡിയാണ്. ഇത് നോനു ഞങ്ങൾ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത സൈക്കിളാണ്. പിന്നെ അതുപോലെ ഇത് ഇന്നലെ വന്നതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല. ബാറ്ററി ഇട്ട് നല്ലൊരു ഇതാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതൊന്ന് പിടിച്ചേ. എൻ്റെ കൈ വലിപ്പം കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ പിടി. അപ്പോൾ കൈ ഉണ്ടാ ഇത്രത്തോളം നമ്മളൊരു ഉണ്ടാ ഈ എൽബോ വരെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. വീതി അതുപോലെ തന്നെ ഉണ്ട്. നല്ല സാധനമാണ്. നല്ല ക്ലാരിറ്റി ഉള്ള സാധനമാണ്. നോന് ബിക്കം സോ ബ്യൂട്ടിഫുൾ. നോനുൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണിത്. അത് ചാർജർ കൊടുത്തില്ലേ? ഇനി കുറച്ച് നേരത്തേക്ക് ഇത് തന്നെ എടുത്തോളൂ. ചാർജർ കൊടുത്തില്ലേ? ആ എടുത്തു. നോന് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോനുടെ ഗിഫ്റ്റ്സ് എല്ലാം നോന് ബാഗിനകത്താക്കി അപ്പിളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവാണ്. അവിടെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ. വൗ, യു ലുക്ക് സോ പ്രിറ്റി നോനു. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങട്ടെ കേട്ടോ. നോനെ കൊണ്ട് അങ്കമാലി വന്നൊരു കടയിലാണ്. ചിക്കൻ ബർഗറും ഒരു വന്നത് എന്നതിനാണ്. നിങ്ങളൊക്കെ ഒരു വന്നത് ഡോണറ്റ് കഴിക്കാനാണ്. ഡോണറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു. ഞാൻ ഡോണറ്റിന് വേണ്ടി വന്നു. പക്ഷെ എനിക്ക് ഡോണറ്റ് കിട്ടിയില്ല അല്ലേ നോനു? നോനുവിന് ചിക്കൻ ബർഗർ കിട്ടിയിട്ടുണ്ട്. സന്തോഷമായി. ഒന്ന് ഇവിടെ നോക്കോ. ഇഷ്ടപ്പെട്ടോ? നമുക്കെന്താ വേണ്ടേ? ജ്യൂസും ബർഗറും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ കനാൽക്കവല പെരുമ്പാവൂർ അവളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. രണ്ടിട്ട് നടന്നു പോകണം. അത് മെയിൻ റോഡാണ്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡ്. ഇതിവിടെ കനാൽക്കവല ഒരു കപ്പേളയുണ്ട്. അതിന് തൊട്ടടുത്ത് ആദിനീരു എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ ബിടെക് സ്റ്റഡീസ് അതുപോലെ അതിൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു ലൈബ്രറി ഉണ്ട്. ഈ കനാൽ ബണ്ടി കൂടെ രണ്ട് സൈഡും റോഡാണ്. ഇത് ടാറിടാത്ത നാടൻ വഴി, അത് ടാറിട്ട റോഡ്. കൂടെ വണ്ടികൾ പോകുന്നതാണ്. പിന്നെ ഈ കനാലിലൊക്കെ നല്ല ഉയരത്തിൽ വെള്ളം വരും. ദേശീയ പതാക പാറിക്കളിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു ഫിഷ് ഫാമാണ്. ഈ ഫിഷ് ഫാമിലുള്ള വീഡിയോ നമ്മളൊരു വേറെ ദിവസം നമുക്ക് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇത് ഫ്രണ്ട്സ് ഫിഷ് ഫാം, കീഴില്ലം, കനാൽക്കവലയാണ്. ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. സ്റ്റോപ്പിൽ നിന്ന് നോക്കിക്കാണും. ഇതാണ് അവിടെ അപ്പുറത്ത് അവരെ പാടങ്ങളുണ്ട്. നല്ല നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ അവരവിടെ വളർത്തി വലുതാക്കി
ആവശ്യത്തിന് വളർത്താനുള്ള കുറേ മീനുകളും എല്ലാ മീനുകളും ഇവിടെ കിട്ടും. ഹെൽത്തി ഫിഷ് ഹാപ്പി ഫാമേഴ്സ്. ഇവിടുത്തെ മണമാണ് സഹിക്കാത്തത്. സോ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, വീട് കാണിക്കാനും പറ്റിയില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അയക്കാം. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.